ജീവനക്കാർക്ക് അനുഗ്രഹമാണ് മെഡിസെപ്പ് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ 14 വർഷമായി സർക്കാർ സർവീസിലുള്ള അനുപമയുടെ അനുഭവം ഈ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് പെട്ടെന്നൊരു ഷോൾഡർ പെയിനും ഈ നെക്കിന്റെ ഇവിടെ നിന്നൊരു വേദന വന്നപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാമും പെയിൻ റിലീഫൊക്കെ ആയിട്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം വേദന കൂടിയപ്പോൾ നേരെ ന്യൂറോ സർജറി ഉള്ളത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലാണ്, എറണാകുളം പള്ളിമുക്ക്. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നപ്പോൾ അവിടെ ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോ സർജൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? കാരണം ഒരു 3 lakhs അടുത്താവും ഈ സർജറിക്ക് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ, മെഡിസെപ്പ് നമ്മുടെ ക്ലെയിം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ സർക്കാർ നാളുകളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിസെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് സർജറി ചെയ്ത് ഒരു 2.53 അടുത്തായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അവർ വരുവാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ. അപ്പോൾ അവരൊന്നുമില്ല, മെഡിസെപ്പ് തരില്ല, പൂർണ്ണമായും തരില്ല. കാരണം അത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. കാരണം ഇത് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ഇത് അനുപമയുടെ മാത്രം അനുഭവമല്ല. നിരവധി സർക്കാർ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഈ പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാരിന്റെ വാഗ്ദാനവും മെഡിസെപ്പും വിശ്വസിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകും. ലക്ഷങ്ങളുടെ ബില്ല് വരുമ്പോൾ ഞെട്ടും. മെഡിക്കൽ ടെസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം മെഡിസെപ്പുകാരായിട്ടുള്ള എന്ത് ഇഷ്യൂ ആണെന്നോ അവർ പൈസ കൊടുക്കുന്നില്ലെന്നോ ഗവൺമെന്റ് ഇവർക്ക് പൈസ അതിനെപ്പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്റെ കൺസേൺ ഞാൻ ഇത് ഉന്നയിക്കുമ്പോൾ ഇതായിരുന്നില്ല. കാരണം എനിക്കിപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർഡ് ഗവൺമെന്റ് സർവൻസ് ആണ്, ഹസ്ബൻഡ് ബാങ്കിലാണ്, വീട്ടിൽ കുഴപ്പമില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 ലക്ഷം എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത് അങ്ങോട്ട് ആ സർജറി അങ്ങോട്ട് കഴിഞ്ഞു, ഞാൻ ഓക്കെ ആവുന്നു, വൈകാതെ ഞാൻ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അതെങ്ങനെ ബാധിക്കുന്നു. മെഡിസെപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറിക്ക് ഇൻഷുറൻസ് ലഭിക്കുമെന്ന് കാണാം. എന്നാൽ പിന്നെ അനുപമയ്ക്കുണ്ടായ ദുരനുഭവത്തിന്റെ കാരണക്കാർ ആര്? മറുപടി പറയേണ്ടത് സർക്കാരാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ്. നിരവധി പേരാണ് ഈ രീതിയിൽ ചികിത്സ തേടിയിട്ട് പൈസ കിട്ടാതെയും ചികിത്സയ്ക്ക് കഴിയാതെയും ഒക്കെ ബുദ്ധിമുട്ടുന്നത്. അവരിൽ നിന്നും പണം ഈടാക്കിയിട്ട് പോലും അവർക്ക് ആ സേവനം 1.5 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ തോതിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് വിഷയം. വരും ബുള്ളറ്റിനുകളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അധികാരികൾ മറുപടി പറയുന്നതുവരെ. തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക്. ഇടവേള.